ഹായ് ഫ്രണ്ട്സ്, പത്തനംതിട്ടയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബിക്ക് ജാമ്യത്തിന് വേണ്ടിയിട്ട് ജലജ വക്കീലുമായിട്ട് സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, ഇനി നിങ്ങളെ ആരെയൊക്കെ കൊണ്ടുവന്നാലും എന്തൊക്കെ ചെയ്താലും അബിക്ക് ജാമ്യം കിട്ടില്ല. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അതിനുവേണ്ടി വലിയ തെറ്റെന്താണെന്ന് അബി ചെയ്തത്? ഇതിനു മാത്രം പറയാനായിട്ട് ജ്വല്ലറിയിൽ ചെറിയ തിരിമറിയൊക്കെ നടത്തിയെന്നുള്ളത് ശരിയാ, അതിനാണോ ഇത്രയും വലിയ ശിക്ഷ? എല്ലാവരും അവനെ തരം താഴ്ത്തിയിട്ടപ്പോൾ അവൻ അറിയാതെ ചെയ്തു പോയെന്നേ ഉള്ളൂ, അല്ലാതെ കൊലക്കുറ്റമൊന്നുമല്ലല്ലോ അവൻ ചെയ്തത്. അപ്പോൾ നവ്യയും പറയുന്നുണ്ട്, നീയൊക്കെ ആദർശനും നയനയ്ക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിലും എന്നോടും അബിയോടും നിനക്ക് പണ്ടേ ദേഷ്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇനി ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും അബിയെ വിടാൻ പറ്റില്ല. എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ അബിയെ വിടാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അത്രയ്ക്കിതാണെങ്കിൽ നിങ്ങളെ വക്കീലിനെ കൊണ്ട് വാദിച്ച് കോടതിയിൽ നിന്ന് ജാമ്യം വാങ്ങിപ്പോക്കോളൂ. നവ്യ പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും നീ അനുഭവിക്കും, നോക്കിക്കോ. ഉറപ്പായിട്ടും അബിയെ ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കും, കോടതിയിൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോകാൻ തുടങ്ങണം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ചേച്ചിക്ക് ഒരിക്കലും അറിയില്ല അബി ചെയ്ത തെറ്റെന്താണെന്ന്. ആദർശേട്ടനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരാളെ അല്ല അബി. നവ്യ ചോദിക്കുന്നുണ്ട്, അബി ചെയ്ത തെറ്റെന്താണ്? ഇതിലും വലിയ തെറ്റ് ചെയ്തതല്ലേ ആദർശേട്ടൻ്റെ ചോരയിൽ ഒരു കുഞ്ഞുണ്ട്. ആ പാവം പിടിച്ച ആണെങ്കിൽ ആ പരുവത്തിലാകാൻ കാരണം തന്നെ ആദർശേട്ടനല്ലേ? എന്നിട്ടും നയനയോ ആ വീട്ടിലുള്ള മറ്റാരെങ്കിലുമോ ആദർശേട്ടനെ ഒന്ന് കുറ്റപ്പെടുത്തുക പോലും ചെയ്യുന്നില്ല. എന്നാൽ ഇത്രയും ചെറിയ തെറ്റ് ചെയ്ത അബിയെ എല്ലാവരും കൂടെ വലിയ എന്തോ സംഭവമാക്കി സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഇങ്ങനെ തല്ലിച്ചതയ്ക്കാണ്. എന്തായാലും നമുക്ക് കോടതിയിൽ കാണാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് നന്ദുവിനെ വിളിച്ചിട്ട് നവ്യയും ജലജയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ അവർ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വാതിക്കെ തന്നുണ്ട് കേട്ടോ. ഇവര് കുനിഞ്ഞാണ് വരുന്നത്. ഇത് കഴിഞ്ഞ് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ജലജെ, ജാമ്യം കിട്ടിയില്ലേ? ഞങ്ങൾ കരുതിയല്ലോ നീ അബിയം കൊണ്ട് തിരിച്ചു വരുവുള്ളെന്ന്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങളെ പരിഹസിച്ചതാണല്ലേ? അവിടുന്ന് നടന്ന സംഭവങ്ങൾ എന്താണെന്നൊക്കെ ആ നന്ദു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇവിടെ നിന്ന് നിങ്ങൾ പോയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ വെറുതെ പോകണ്ടെന്ന്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അവൻ അനുഭവിക്കണം. പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയത്? അപ്പം നവ്യ പറയുന്നുണ്ട്, എല്ലാവരും ഉപേക്ഷിച്ചാലും എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ അമ്മയ്ക്കും അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അമ്മയുടെ മകനല്ലേ, എൻ്റെ ഭർത്താവല്ലേ അബി. ഒന്നുമല്ലെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ അവൻ. അവനെ അങ്ങനെ ജയിലിലിടാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങൾ അവനെ ജാമ്യയിൽ എടുക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയെല്ലാം പൊക്കിപ്പിടിക്കാൻ അവൻ ചെയ്ത തെറ്റെന്താണ്? ജ്വല്ലറിയിലൊരു ചെറിയ തിരിമറി നടത്തി, അതല്ലേ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനൊന്നും നീ നിൽക്കേണ്ട. ജ്വല്ലറിയിൽ അവൻ തെറ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അത്രയും ചെറിയ തെറ്റ് ചെയ്തതിന് അവൻ്റെ ശിക്ഷ അവനെ ജയിലിൽ കൊണ്ടിട്ടു, അതും കുടുംബക്കാർ തന്നെ. സ്വന്തം ജ്വല്ലറിയിൽ നിന്നല്ലേ അവൻ തിരിമറി നടത്തിയതും കുറച്ച് കാശ് അടിച്ചു മാറ്റിയതും ഒക്കെ. അതിനുവേണ്ടി ജാമ്യം പോലും ഇല്ലാത്ത വകുപ്പ് ചുമത്തി അവനെ ജയിലിലിടുവാണോ വേണ്ടത്? ഇനി എല്ലാവർക്കും സന്തോഷമാകാൻ വേണ്ടി 8-10 കൊല്ലം വേണേലും അവനെ ജയിലിലിടുക, അപ്പോൾ എല്ലാവർക്കും സമാധാനമല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മറ്റെവിടുന്നെങ്കിലും ആണെങ്കിൽ അത് പോട്ടെ, സാരമില്ല എന്നെങ്കിലും പറഞ്ഞ് ക്ഷമിക്കാം. ഇതിപ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെ അടിത്തറ തോണ്ടാൻ തുടങ്ങിയാൽ പിന്നെ എന്താ ചെയ്യുക? അതിനെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അവനും കൂടി ഉയർത്തിക്കൊണ്ട് വരേണ്ട ഈ കമ്പനിയും സാമ്രാജ്യവും അവൻ തന്നെ കുലംകുത്തി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? അതിന് തക്കതായ ശിക്ഷ അവന് കൊടുക്കണ്ടേ? ഇത് കേട്ട് ജലജ പറയുന്നുണ്ട്, അല്ലെങ്കിലും എനിക്കറിയാം, ഞാനും എൻ്റെ മക്കളും ഇവിടെ പുറമ്പോക്കുകളാണ്, 2ാം തരക്കാർ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ മകൻ വിവാഹം കഴിച്ച് പെണ്ണും അവൻ്റെ കുഞ്ഞും ഞങ്ങളെപ്പോലെ ഇപ്പോൾ 2ാം തരക്കാരാണ്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരവസ്ഥ അവന് വരുമ്പോൾ ആരെങ്കിലും ഒരാൾ ഈ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായമായിട്ട് അവന് വേണ്ടിയിട്ട് ചെന്നോ? ഇല്ലല്ലോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും പുറമ്പോക്കുകളാകാൻ യോഗ്യതയുള്ളവർക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. നിന്നെ വളർത്തിയ കാലം തൊട്ട് ഞങ്ങളുടെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് നിന്നെ വളർത്തിയത്. എന്നാൽ നിന്റെ ദുഷ്ട സ്വഭാവം അത് നീ അതേപടി നിന്റെ മക്കളിലേക്കും പകർന്നു കൊടുത്തു. അതാണ് ഇവിടെ അബിയെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. നിന്നെ എടുത്തു വളർത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നീ ചെയ്യുന്ന എന്ത് തോന്നിവാസവും സഹിക്കാമെന്നോ നിന്റെ മക്കൾ ചെയ്യുന്ന കൊള്ളരുതാഴിയെല്ലാം സഹിച്ചോളാമെന്ന് ഇവിടെ ആർക്കും പറ്റിയല്ല ജലജെ. മകൻ ചെയ്ത തെറ്റുകളൊന്നും തിരുത്തി കൊടുക്കാൻ പറ്റാത്ത ഒരു അമ്മയാണ് നീ. അതുകൊണ്ട് നിനക്ക് കൂടുതൽ സംസാരിക്കാനുള്ള യോഗ്യതയുമില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അല്ലെങ്കിലും കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എല്ലാവർക്കും പാര വരുന്നത്.
എൻ്റെ 2 അനിയത്തിമാരും എനിക്കെതിരെയാണ്. എന്തിന്, ഈ കുടുംബത്തിൽ തന്നെയുണ്ട് ഒരുത്തി എനിക്കെതിരെ. എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ട് അവളുടെ ഭർത്താവിനെ നല്ലവനാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിനെ തരം താഴ്ത്തുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അവൾ അങ്ങനെ ഒരുത്തി. അതേപോലെ വേറൊരുത്തി കണ്ടില്ലേ, SI ആയിട്ട്. ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചതാണ് അവളെ. എന്നിട്ടും അവൾ അവളുടെ ചേച്ചിക്കും ഭർത്താവിനും വേണ്ടി എൻ്റെ ഭർത്താവിനെ ഈ പരുവത്തിലാക്കി. അബിയെ ജയിലിലിട്ടിട്ട് നന്ദു തന്നെ തല്ലിച്ചതൊക്കെയായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇതിനെയൊക്കെ തിരിച്ചടി അവൾക്ക് കിട്ടും. അവൾക്കൊരു വിചാരമുണ്ട്, ഈ കുടുംബത്തിൽ കയറി അനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാമെന്ന്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവളെ ഈ കുടുംബത്തിലേക്ക് ഞാൻ കയറ്റില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിന് നവയ്ക്കെന്താ എത്ര കാര്യം? അത് അനിയും നന്ദുവും കൂടെ തീരുമാനം എടുക്കേണ്ട കാര്യമല്ലേ? അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ ആ വിവാഹം നടത്തി കൊടുക്കാൻ ഞങ്ങൾക്കിവിടെ ഒരു മടിയില്ല, താല്പര്യമാണ്. പിന്നെ നന്ദുവിൻ്റെ അച്ഛനെ അമ്മയെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ അതിന് മുതിരാത്തത്. ഇല്ല, ഈ കുടുംബത്തിൽ കയറി കൂടാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ ആദർശനെയും നയനെയും കൂട്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അബിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായത്. അതുകൊണ്ട് അനിയെ നന്ദുവിനെയും ഒരു കാരണവശാലും ഒന്നിക്കാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോൾ ജലജയും പറയുന്നുണ്ട്, അതെ അതെ അത് ശരിയാണ്. എന്തിന്, ജാനകി ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് ഓർത്ത് അച്ഛനും അമ്മയും ഇരിക്കുകയും വേണ്ട. അവൾക്ക് ഈ വിവാഹത്തിനോടൊട്ടും താല്പര്യവും ഇല്ല. നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ജാനകി സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയും വിചാരിക്കുകയും വേണ്ട. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, എന്തിനാ ജലജ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? അബിയുടെ കാര്യം വരുമ്പോൾ എന്തിനാണ് നന്ദുവിനെ അനിയൊക്കെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്? അബി ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അവന് കിട്ടുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ ദേഷ്യപ്പെട്ട് നവ്യയും ജലജയും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ്. അവർ പോയി മനസ്സിൽ തമ്മിൽ പരസ്പരം പറയുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നല്ലൊരു വക്കീലിനെ വെച്ച് കോടതിയിൽ നിന്ന് തന്നെ അബിയെ പുറത്തിറക്കണം എന്നുള്ള കാര്യം അവരാലോചിക്കുകയാണ്. അങ്ങനെ അബിയെ കോടതിയിൽ ഹാജരാക്കുകയാണ്. അവിടെ നിന്ന് ജാമ്യം എടുക്കാൻ വേണ്ടി നവ്യയും ജലജയും കൂടെ വക്കീലുമായിട്ട് അവിടെ ചെല്ലുന്നുണ്ട്. അങ്ങനെ അബിയുടെ വക്കീൽ അവിടെ വാദിക്കുന്നുണ്ട്, ജ്വല്ലറിയിൽ ചെയ്ത ചെറിയൊരു മോഷണം തിരിച്ചുമറിയും മാത്രമാണ് അബി ചെയ്ത തെറ്റെന്ന്. എന്നാൽ നന്ദു അവിടെ ഹാജരാക്കുന്ന FIRൽ അനഘയെ ഉപദ്രവിച്ച കേസ് സഹിതം പാമ്പിനെ കൊണ്ടുവന്ന് അനന്തപുരിയിൽ ഇട്ടതും അങ്ങനെയുള്ള എല്ലാ കേസുകളും അതിനകത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കോടതി പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുകയും അവളെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരാൾക്ക് ജാമ്യം കൊടുത്താൽ വീണ്ടും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അത് ചെയ്യില്ലെന്ന് എങ്ങനെ കണ്ടു? അതുകൊണ്ട് ഇങ്ങനെ ഒരാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ജാമ്യം നിഷേധിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അബിയുടെ വക്കീൽ വാദിക്കുന്നുണ്ട്, അങ്ങനെ അനഘയെ കൊല്ലാനൊന്നും ചെന്നതല്ല, അവരുടെ അവസ്ഥയെപ്പറ്റി അന്വേഷിക്കാനൊക്കെ ആയിട്ടാണ് അവിടെ ചെന്നത്. ഈ കുട്ടി അബിയുടെ ചേട്ടനായ ആദർശിൻ്റെ മകളുടെ അമ്മയാണ്. അനഘ വന്ന് ആദർശിൻ്റെ അരികെ വന്ന് ബഹളം വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടും തിരികെ അനന്തപുരിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ഒച്ച വെച്ചോന്നേ ഉള്ളൂ, അല്ലാതെ ആരെയും കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല അബി എന്നിങ്ങനെ വാദിക്കുകയാണ്. ഇതിനെതിരായി ആദർശും നയനയും അബിക്കെതിരെ ഓരോ കരുക്കളും നീക്കുവാണെന്നും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് SI എന്നുള്ളൊരു പദവി ദുരുപയോഗം ചെയ്ത് നന്ദുവും ഈ കൂട്ടത്തിൽ നിന്നതെന്നൊക്കെ വാദിക്കുകയാണ്. അങ്ങനെ രണ്ടു കൂട്ടരുടെ വാദമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും കോടതി കരാറടിസ്ഥാനത്തിൽ ജാമ്യം നൽകുന്നുണ്ട്. അബിക്ക് ഡെയിലി സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്നുള്ള കണ്ടീഷനിലൊക്കെയാണ് ജാമ്യം കൊടുക്കുന്നത്. അങ്ങനെ ജാമ്യം കിട്ടിയപ്പോൾ തന്നെ അബിയും ജലജയും നവ്യൊക്കെ ഒത്തിരി സന്തോഷിക്കുകയാണ്. അവർ നന്ദുവിൻ്റെ അരികെ ചെന്നിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് നന്ദുവിനോട്, എടി നീ എന്താ വിചാരിച്ചത്, അബിക്ക് ജാമ്യം കിട്ടില്ലെന്നോ? സത്യം മാത്രമേ വിജയിക്കുള്ളൂ, നീ കണ്ടോ, അബി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് അവനിപ്പോൾ ജാമ്യം കിട്ടിയത്. അപ്പോൾ നന്ദു പറയുകയാണ്, ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെ രക്ഷിക്കട്ടെ. അബിയുടെ സ്വഭാവം എന്നെങ്കിലും ഒരിക്കൽ ചേച്ചിക്ക് മനസ്സിലാവും. പിന്നെ അബിയെ ഈ കേസിനകത്ത് ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും അതിന് വേണ്ട തെളിവുകളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം ഞാൻ കോടതിയിൽ ഹാജരാക്കും. പിന്നെ ഇപ്പം ഞാൻ അതൊന്നും കോടതിയിൽ ഹാജരാക്കാത്തതിന് കാരണം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം എല്ലാ കാര്യങ്ങളും എനിക്ക് കോടതിയിൽ അറിയിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ്. അത് എല്ലാം കാണിച്ചും തിരുത്തി ഞാൻ പൂർണ്ണമായ റിപ്പോർട്ട് സഹിതം കോടതിയിൽ ഏൽപ്പിക്കും. അന്നറിയും അബി ആരാണെന്ന് ചേച്ചിയും എല്ലാവരും. അത് ശരിയാണ്, നിനക്ക് കള്ളത്തെളിവുകൾ ഉണ്ടാക്കാനുള്ള സമയം വേണമല്ലോ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ. എൻ്റെ മോനെ അങ്ങനൊന്നും പൂട്ടാന്ന് നീ വിചാരിക്കാൻ വേണ്ട. അതുപോലെ അനന്തപുരിയിലെ മരുമകളായിട്ട് അങ്ങോട്ട് കയറി വരാനുള്ള നിൻ്റെ ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ കൂടുതൽ പേടിപ്പിക്കാൻ നിൽക്കേണ്ട. ഞാൻ സമ്മതിക്കുവാണെങ്കിൽ അനിയുമായിട്ടുള്ള ജീവിതം തുടങ്ങാൻ ഇപ്പോഴാണേലും എന്നെക്കൊണ്ട് പറ്റും. അത് അനന്തപുരിയിൽ കയറിയിട്ടാണോ അല്ലാതെയാണോ എന്ന് ഞാൻ തീരുമാനിച്ചാൽ മാത്രം മതി. പക്ഷേ അങ്ങനൊരു തീരുമാനം ഞങ്ങൾ എടുക്കാത്തിടത്തോളം കാലം അതിനകത്ത് മറ്റൊരാൾക്ക് ഒരു റോളും ഇല്ല എന്നിങ്ങനെ നന്ദു പറയുകയാണ്. ഇതൊക്കെ കേട്ട് അബി രൂക്ഷമായിട്ട് നന്ദുവിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്,
നന്ദു, നീ എനിക്കിട്ട് പണിതതിന് അതിനുള്ള മറുപടി ഞാൻ എന്തായാലും തിരിച്ചു തരും. നീ CI സച്ചിയോടും അതുപോലെ വേണുവിനോടും ഒന്നും പെരുമാറിയതുപോലെ അവർക്കിട്ടൊന്നും കൊടുത്ത പോലെ ആയിരിക്കുകയില്ല എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടാൻ പോകുന്ന പണി. നീ എന്നെ സ്റ്റേഷനിലിട്ട് തല്ലി ചതച്ചില്ലേ? പല കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നീ എന്നെ ഇട്ട് പാടുപെടുത്തിയില്ലേ? അതിൻ്റെ എല്ലാം തിരിച്ചടിയും ഫലം നിനക്ക് ഞാൻ തന്നിരിക്കും. ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ. എനിക്കറിയാം, നന്നായിട്ടറിയാം നീ ആരാണെന്നും നിൻ്റെ സ്വഭാവം എന്താണെന്നും. അത് തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ വിളിച്ച് പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും നിനക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഈ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ, ഞാൻ നിന്നെ കാണിച്ചു തരാം എന്ന് നന്ദുവും പറയുന്നുണ്ട്. അഭി വീണ്ടും പറയാണ്, എന്തായാലും ഈ കേസന്വേഷണം തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആരാണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം നന്ദു. നീ ചെവിയെന്നുള്ളിക്കൂ. എന്തായാലും നിന്റെ ചേച്ചി ഒരാൾ അനന്തപുരിയിൽ തന്നെ ഉണ്ടല്ലോ, അവൾ ഗർഭിണിയല്ലേ? അപ്പം നമുക്ക് കാണാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേനും നന്ദുവിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എന്താടാ നീ പറഞ്ഞത്? നീ എൻ്റെ ചേച്ചി ഉപദ്രവിക്കുമെന്നോ? അന്ന് അവിടെ ആ മൂർഖമ്പാവിനെ കൊണ്ടിട്ടത് നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ എതിരെയുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഞാൻ കൊണ്ടുപോകാത്തത് നിൻ്റെ ഭാഗ്യമാണെന്ന് നീ കരുതിക്കോ. നീ അതേപോലെ എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും അനന്തപുരി സംഭവിച്ചാൽ നീ ഓർത്തോ, അതോടുകൂടി നിൻ്റെ അവസാനമായിരിക്കും. കൊന്ന് കളയും ഞാൻ നിന്നെ എന്നിങ്ങനെ പറയുകയാണ് നന്ദു. എന്നാൽ ശരി, നമുക്ക് കാണാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അബി അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അബിയും നവ്യയും ജലജയും എല്ലാം ഇങ്ങനെ മനസ്സിലൊരു കണക്കുകൂട്ടലോട് കൂടിയാണ് പോകുന്നത്. നവ്യയ്ക്കാണെങ്കിലും ഇപ്പം നന്ദുവിനോടും നയനയോടും തീരാത്ത പക പോലെയാണ്. അങ്ങനെ വീട്ടിൽ ചെന്നതിന് ശേഷം അബിയും നവ്യയും ജലജയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, എന്തായാലും നീ പേടിക്കുകയൊന്നും വേണ്ട അബി. നീ ചെയ്ത ചെറിയൊരു തിരിമറിയല്ലേ, അത് വേണ്ട ശിക്ഷയൊക്കെ ഇതിൽ കൂടുതലൊന്നും വരാൻ പോകുന്നില്ല. എനിക്കോ പേടിയോ? എനിക്ക് ഒരു പേടിയില്ല നവ്യേ. അവളുണ്ടല്ലോ ആ നന്ദു, അവള് എന്നെ ജയിലിലിട്ട് തല്ലി ചതച്ചു. അതിനുള്ള പകരം ഞാൻ വീട്ടിയിരിക്കും. അപ്പം നവ്യ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട അബി, നീ അതൊക്കെ അങ്ങ് വിട്ടേരെ. അവള് സർവീസിൽ കയറിയതല്ലേ ഉള്ളൂ, അതിന് ചോരത്തിളപ്പ് കൊണ്ട് ചെയ്തു പോയതാണ് അതൊക്കെ. പിന്നെ അത് മാത്രമല്ല, ആദർശനോടും നയനയോടുമുള്ള സ്നേഹം കൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. അവര് പറഞ്ഞ് അവളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ ജലജ പറയും, അത് ശരിയായിരിക്കും, നയനയും ആദർശം കൂടെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരിക്കും. ജുവലറിയുടെ എല്ലാ അധികാരങ്ങളിൽ നിന്നും നിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള കളിയാണ് അവൻ കളിച്ചത്. എല്ലാ ഇതിൻ്റെയും തലപ്പത്ത് അവന് തന്നെ എത്തണം, അതിനുവേണ്ടി അവൻ ചെയ്തതാണ് ഇതൊക്കെ. പിന്നെ ദേ ഇപ്പം നയന ഗർഭിണിയല്ലേ, അവന് ആ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അവന് ആ കുഞ്ഞിനായിരിക്കും ഇവിടുത്തെ അധികാരങ്ങൾ മൊത്തം വരാൻ പോകുന്നത്. അപ്പം നമ്മളൊക്കെ വെറും പുറമ്പോക്കായിരിക്കും എന്നിങ്ങനെ ജലജ പറയുകയാണ്. അപ്പോൾ അഭിയും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇനി നോക്കിക്കോ, ആ കുഞ്ഞൂടുണ്ടായി കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിന് ഈ കുടുംബത്തിൽ ഒരു വില ഉണ്ടാവില്ല. എന്തിന് അന്ന് തന്നെ മുത്തശ്ശിയും പറഞ്ഞതാണ്, ആദർശനും നയനയ്ക്കും ഉണ്ടാകുന്ന കുഞ്ഞിനാണ് ഈ കുടുംബത്തെ അധികാരം മൊത്തം കൊടുക്കാൻ പോകുന്നതെന്ന്, ഈ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കാൻ പോകുന്നതെന്ന്. ആദർശാണത്രേ കുടുംബം മൊത്തം പൊന്നുപോലെ കൊണ്ടുപോയി നടന്ന് നോക്കുന്നത്. അവനാണത്ര കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. അതുകൊണ്ട് അവനുണ്ടാകുന്ന കുഞ്ഞിനായിരിക്കും ഈ കുടുംബത്തിലെ സ്വത്തുക്കൾ മൊത്തം എഴുതി കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് മുത്തശ്ശിയും പറയുന്നത് കേട്ടത്. അപ്പം നവ്യ പറയുന്നുണ്ട്, അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. ആദർശിൻ്റെയും നയനയുടെയും കുഞ്ഞിനുള്ള അതേ അധികാരം തന്നെ എനിക്കും അബിയുടെയും കുഞ്ഞിനും ഉണ്ട്. അല്ലാതെ എല്ലാം കൂടെ ആദർശിൻ്റെ കുഞ്ഞിന് കൊടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ അബി പറയുകയാണ്, അങ്ങനെ നമ്മുടെ കുഞ്ഞിന് അധികാരങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നയന ഇപ്പോൾ പ്രസവിക്കരുത്, നയനയുടെ വയറ്റിലുള്ള കുഞ്ഞ് ഇല്ലാതാകണം. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ അബി നീ പറയുന്നേ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പം ജലജ പറയുന്നുണ്ട്, അവൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നയനയുടെ വയറ്റിലുള്ള കുഞ്ഞ് ഇല്ലാതാവണം, അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് അവൻ പറഞ്ഞത്. ഇനിയും ഒന്നും കാണാത്തതുപോലെ നമ്മൾ നിന്നാൽ നമ്മുടെ കുഞ്ഞിന് തന്നെയാണ് ദോഷം ചെയ്യാൻ പോകുന്നത് എന്നാണ് അവൻ പറഞ്ഞത് എന്നിങ്ങനെ ജലജ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും നവ്യയുടെ മനസ്സിൽ ചെറിയൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവുകയാണ്. എങ്കിലും നവ്യ പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല, അങ്ങനൊന്നും ചെയ്യണ്ട. എന്ത് പറഞ്ഞാലും അവൾ എൻ്റെ അനിയത്തിയല്ലേ, അവളുടെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അബി അമ്മയൊക്കെ നിങ്ങളുടെ പഴയ സ്വഭാവത്തിലേക്കും പോവുകയാണോ? ഇതിനൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല. ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, അല്ലാതെ വയറ്റിലുള്ള ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, അതിന് ഞാൻ കൂട്ടു നിൽക്കത്തുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ജലജ പറയുകയാണ്, പറ്റില്ലെങ്കിൽ പറ്റില്ല, നീ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നോ, നിനക്കും നിന്റെ കുഞ്ഞിനും ഉണ്ടാകാൻ പോകുന്നത് പേര് വഴിയാണ്. നീ ആഗ്രഹിച്ചു വന്നത് അനന്തപുരിയിലെ സ്വത്തുക്കൾ തന്നെയല്ലേ. അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. നവ്യ ഇപ്പം അത് സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളൂ. സമാധാനമായിട്ട് അവളൊന്ന് ആലോചിക്കട്ടെ, ആലോചിച്ച് കഴിയുമ്പോൾ അവൾക്ക് തന്നെ മനസ്സിലാവും അതാണ് അതിൻ്റെ ശരിയെന്ന്.
എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യയുടെ മനസ്സിന് വല്ലാത്തൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് അനഘ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ. അങ്ങനെ ഡോക്ടർ ചികിത്സിക്കുന്ന സമയത്ത് അനഘയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരികയും അവൾ സംസാരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡോക്ടറുടെ പരിശ്രമത്തിലൂടെ അനഘ നല്ല രീതിയിൽ സംസാരിക്കുകയും പയ്യെ പയ്യെ എഴുന്നേക്കുകയും കൈയും കാലും അനക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായാലും അങ്ങനെ അനഘ കോമ സ്റ്റേജിൽ നിന്ന് റിക്കവറായി സംസാരിക്കാനും നടക്കാനും ഒക്കെ തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം അനഘയെ വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് കൂടിക്കൂടി തന്നെ നിലനിൽക്കുകയായിരുന്നു. എന്തായാലും സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അനഘ ഡോക്ടറോട് പറയുന്നുണ്ട് നന്ദുമോളെ കാണണമെന്നുള്ള ആഗ്രഹമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ നയനയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചന്തുമോളെയും കൂട്ടി നയനയും ആദർശും ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അങ്ങനെ അനഘയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ആദർശിനും നയനയ്ക്കും. അനഘയാണെങ്കിൽ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കും ഉമ്മയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശിനോടും നയനയോടും അനഘ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് എനിക്ക് നവ്യ ഒന്ന് കാണണമെന്ന്. അപ്പോൾ നയന പറയുന്നുണ്ട് ഏയ് വേണ്ട അതൊന്നും ശരിയാവില്ല, ഇപ്പം ചേച്ചിയെ കാണുന്നത് ശരിയല്ല. അപ്പം അനഘ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്, എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്നോണം എനിക്ക് നവ്യനെ ഒന്ന് നേരിട്ട് കാണണം. അങ്ങനെ അനഘയുടെ ആ പറച്ചിലിന് മനസ്സിൽ നൊന്ത് അവർ നവ്യയോട് പോയി പറയുന്നുണ്ട് ആദർശം നയനയും കൂടെ അനഘയ്ക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമോ എന്ന് ചോദിച്ചു എന്ന്. അപ്പം നവ്യ പറയുന്നുണ്ട് ഇല്ല, ഞാൻ എന്തിനാ അവരെ കാണുന്നത്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ തള്ളയല്ലേ അത്, അവരെ ഞാനെന്തിനാ കാണുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ആ കുട്ടിയുടെ അവസാന ആഗ്രഹമാണെന്നാണ് പറഞ്ഞത്, മനസാക്ഷിയുണ്ടെങ്കിൽ നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് പോയി കാണ്. ആ ഡോക്ടർ വിളിച്ചാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത്. അങ്ങനെ നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും മരണം കാത്തു കിടക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ, എന്തിനായിരിക്കും എന്നെ കാണണമെന്ന് പറഞ്ഞത് അറിയില്ലല്ലോ, പോയി ഒന്ന് കണ്ടേക്കാം എന്ന് ചിന്തിച്ച് അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അനഘയാണെങ്കിൽ തീരെ അവശയായ നിലയിലായിരുന്നു. അങ്ങനെ നവ്യയെ കാണുമ്പോൾ നവ്യയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അനഘ നടന്ന സംഭവങ്ങളും അബിയാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തതെന്നും തന്നെ കൊല്ലാൻ നോക്കിയത് വരെ അബിയാണെന്നും തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അബിയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും നവ്യയോട് തുറന്നു പറയുകയാണ്. എന്നാൽ ഇതൊന്നും കേട്ട് നവ്യയ്ക്ക് അങ്ങ് വിശ്വസിക്കാനാവുന്നില്ല. ഇല്ല, ഞാനത് വിശ്വസിക്കത്തില്ല. ആദർശേട്ടൻ പറഞ്ഞു തന്ന പോലെ അനഘ എൻ്റെ പറയുന്നതാണ്, നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തു കളിക്കുന്നതാണ്, അല്ലാതെ അബി ഇങ്ങനൊന്നും ചെയ്യില്ല എന്നിങ്ങനെ നവ്യ പറയുകയാണ്. അനഘ പറയുന്നുണ്ട് ഈ കിടക്കയിൽ കിടക്കുന്ന ഞാൻ അബിയെ കുറ്റപ്പെടുത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അബി. അത് ഞാൻ മുത്തശ്ശനോട് പറയാൻ പോയ സമയത്താണ് അവൻ എന്നെ ഉപദ്രവിച്ച് ഈ പരുവത്തിലാക്കിയത്, എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്. എന്നാൽ കോമ സ്റ്റേജിലായ ഞാൻ സംസാരിക്കില്ല കൈയും കാലും അനക്കില്ല എന്ന് ഉറപ്പായതോടെയാണ് അവൻ എന്നെ ഇത്രയും നാളും ജീവനോടെ വിട്ടത്. എന്തിന് എൻ്റെ കയ്യോ കാലോ അനങ്ങുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നുണ്ടോ എന്നറിയാൻ ഞാൻ കിടന്ന വീടിന് ചുറ്റും ഗുണ്ടകളെ കാവൽ നിർത്തിയവനാണ് അബി. ഇപ്പൊ കൂടെ ഞാൻ എഴുന്നേറ്റതോ സംസാരിച്ചോ അവൻ അറിഞ്ഞാൽ നിനക്ക് മുമ്പേ അവൻ വന്നെന്നെ കൊന്നേനെ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ സത്യങ്ങളെല്ലാം നിങ്ങളോട് പറയണമെന്ന് ദൈവനിശ്ചയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരിക്കാൻ പോകുന്ന ഈ സമയത്തും ദൈവം എനിക്ക് സംസാരിക്കാനുള്ള ശേഷി തിരികെ തന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആദർശേട്ടനല്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അബിയാണ്. പാവം ആദർശേട്ടൻ തലയിൽ എല്ലാം കെട്ടിവെച്ചത് അവനാണ്. അങ്ങനെ ഈ സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അനഘ മരണപ്പെട്ടു പോവുകയാണ്. അതോടുകൂടി നവ്യയ്ക്ക് എല്ലാം മനസ്സിലാവുകയാണ്. മരണക്കിടക്കയിൽ വെച്ച് ഒരു വ്യക്തി പറഞ്ഞത് ഒരിക്കലും കളവായിരിക്കില്ല. അങ്ങനെ നവ്യ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അബി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അബിയെ വിളിച്ചിറക്കി നവ്യ നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് നവ്യയെ പറയുന്നത്, ആ പെണ്ണ് മരണസമയത്ത് മരണക്കിടക്കയിൽ വെച്ചുള്ള പിച്ചുമേയും പറഞ്ഞതായിരിക്കും, നീ അതൊക്കെ വിശ്വസിക്കുകയാണോ? ഞാനല്ല ചന്തുമോളുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് അബി അങ്ങ് അഭിനയിച്ച് മെഴുകി നവ്യയുടെ തലയെ തൊട്ട് സത്യമൊക്കെ ചെയ്യുന്നുണ്ട്. ഇതോടെ ആവുമ്പോൾ നവ്യ അബിയുടെ ചെവിക്കല്ല് തീർത്ത് കൊടുക്കുന്നുണ്ട്. മിണ്ടരുത് നീ, ഇത്രയും നാളും ഇവരെല്ലാവരും എന്തോ എന്നോട് മറയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അത് എന്താണെന്ന് മനസ്സിലാകാതെ ഞാൻ നിന്നെ വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാം ബോധ്യമായി. മരണക്കിടക്കയിൽ വെച്ച് ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യം അതൊരിക്കലും നുണയാവില്ല എന്നിങ്ങനെ പറഞ്ഞ് അബിയെ പൊതിരെ തല്ലുന്നുണ്ട്.